ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാനിലെ ചെനാബ് നദിയിലെ മാറാല ഹെഡ്വർക്സിലെ ജലപ്രവാഹത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച മിലിറ്ററി ഇന്റലിജൻസ് വിദഗ്ധൻ കേണൽ വിനായക് ഭട്ട് പങ്കിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 21, ഏപ്രിൽ 26 തീയതികളിലെ ഉപഗ്രഹ ചിത്രങ്ങളാണ് കേണൽ ഭട്ട് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. ഹെഡ്വർക്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നിലധികം വിതരണ ചാനലുകൾ ഇടുങ്ങിയതായി ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം പൂർണ്ണമായും വറ്റിപ്പോയതായും ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. 5 ദിവസത്തിനുള്ളിൽ നദിയുടെ ഒഴുക്കിൽ കാര്യമായ തടസ്സം സംഭവിച്ചതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യ അതിർത്തി കടന്നുള്ള ജലവിതരണത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഹെഡ്വർക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളച്ചാലുകളുടെ വലിപ്പം കുറഞ്ഞു, ഒന്ന് പൂർണ്ണമായും വറ്റിപ്പോയി, കേണൽ ഭട്ട് പറഞ്ഞു. തന്ത്രപരമായ ഭൂമിശാസ്ത്രം, മാറാലയുടെ പ്രാധാന്യം. മാറാല ഹെഡ്വർക്കുകൾക്ക് സാധാരണയുള്ള ജലസേചനത്തിന്റെ ഘടനയല്ല ഉള്ളത്. സിയാൽകോട്ടിനടുത്ത് ചെനാബ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ താഴെയുള്ള ആദ്യത്തെ പ്രധാന പാക് ജലനിയന്ത്രണ സംവിധാനമാണത്. ജമ്മു കാശ്മീരിലെ അഗ്നൂർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് കഷ്ടിച്ച് 8 കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഖാരിഫ് റാബി വിളകൾക്ക് വെള്ളം നൽകുന്നതിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. മാറാലയിലെ മാറ്റങ്ങൾ ജലശാസ്ത്രപരം മാത്രമല്ല, അവ നയതന്ത്രപരവുമാണ്. നിയന്ത്രണ രേഖയിലൂടെയുള്ള ജലപ്രവാഹത്തിന്റെ സമയക്രമവും സ്വാധീനവും മനസ്സിലാക്കാൻ ഇന്ത്യ നടത്തുന്ന പരീക്ഷണമാണ് നിലവിലെ സാഹചര്യം വെളിപ്പെടുത്തുന്നതെന്ന് കേണൽ ഭട്ട് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാന് വെള്ളം ആവശ്യമുള്ളപ്പോൾ ഇന്ത്യ വെള്ളം സംഭരിക്കും, അവർക്ക് ആവശ്യമില്ലാത്തപ്പോൾ തുറന്നു വിടുകയും ചെയ്യും, അദ്ദേഹം പറഞ്ഞു. ഈ തന്ത്രം പ്രയോഗിക്കുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായും വരണ്ടു പോകും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലാകും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ കർശനമായ നിലപാട്. 1960 നിലവിൽ വന്നതാണ് സിന്ധു നദീജല കരാർ. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ കരാർ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളിൽ പാകിസ്ഥാന് അനിയന്ത്രിതമായ പ്രവേശനം അനുവദിക്കുന്നതാണ് ഈ കരാർ. ഇതിനു മുമ്പ് യുദ്ധവും ഭീകരാക്രമണങ്ങളും നടന്നപ്പോഴും ഇന്ത്യയിലെ സർക്കാരുകൾ കരാറുകൾ നിലനിർത്തി. 2016 ഉറി ആക്രമണത്തിന് ശേഷം രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. കിഷൻ ഗംഗ പോലെയുള്ള ജലവൈദ്യുത പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇന്ത്യ സിന്ധു നദീജല ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അതിനുശേഷം പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ബാലക്കോട്ട് വ്യോമാക്രമണം നടത്തിയതിനു ശേഷം നദീജലം ഉപയോഗപ്പെടുത്തുന്നതിന് ഇന്ത്യ രാഷ്ട്രീയപരമായി സമ്മർദ്ദം പ്രയോഗിച്ചു. എന്നാൽ കടുത്ത നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഇന്ത്യ സൈനികപരമായും നയതന്ത്രപരമായുമാണ് അപ്പോഴെല്ലാം പ്രതികരിച്ചത്. കരാർ അനുസരിച്ച് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികളിൽ പാകിസ്ഥാന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും പ്രത്യേക വ്യവസ്ഥകളിൽ ഇന്ത്യക്ക് ജലം സംഭരിക്കാനും ജലസേചനം, ജലവൈദ്യുതി പദ്ധതികൾ എന്നിവയ്ക്ക് പരിമിതമായി ഉപയോഗിക്കാനും അനുമതിയുണ്ട്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിലൂടെ മുൻകൂറായി അറിയിപ്പ് നൽകാനോ അല്ലെങ്കിൽ ഏകോപനത്തിനോ ഉള്ള ബാധ്യത ഇല്ലാതാക്കുന്നു. എന്നാൽ ഇപ്പോൾ നയതന്ത്രത്തിന്റെ ഒരു ഉപകരണമായി നദികളെ ഇന്ത്യ ഉപയോഗിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഒരു കൃത്യമായതും തന്ത്രപരമായ പ്രതികരണവുമായി ഈ നദികളെ ഉപയോഗിക്കപ്പെടുന്നതിന്റെ തത്സമയ ഉദാഹരണമായി ഇതിനെ കാണാൻ കഴിയും. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ നടുവൊടിയും. സിന്ധു നദീജല കരാറിനെയാണ് കൃഷിക്കായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത്. രാജ്യത്തിന്റെ കാർഷിക ഉൽപാദനത്തിന്റെ 80% ചെനാബ് പോലെയുള്ള നദികളിൽ നിന്നുള്ള ജലസേചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് സമയത്തിലോ അളവിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും തടസ്സം താൽക്കാലികമാണെങ്കിൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഖാരിഫ് റാബി വിളകളെ ബാധിക്കും. ലോകത്തെ ഏറ്റവും ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതിനാൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് കാർഷിക മാനുഷിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ഇന്ത്യ നിലവിലെ രീതി തുടരുകയാണെങ്കിൽ പെട്ടെന്നുള്ള വരൾച്ചയ്ക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനോ പാകിസ്ഥാൻ ഇരയാകും. ഈ ഖാരിഫ് റാബി വിളകളെ ബാധിക്കും. കരാർ ഔപചാരികമായി റദ്ദാക്കാതെ വെള്ളം തടഞ്ഞു വെക്കാനോ പുറത്തേക്ക് ഒഴുക്കി വിടാനോ ഉള്ള ഇന്ത്യയുടെ നിലപാട് ശക്തമായ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ജലപ്രവാഹത്തിൽ കുറവുണ്ടായതായി പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ ഈ നിലപാട് തുടരുന്നത് നയതന്ത്രപരമായി വിഷയം മുന്നോട്ട് കൊണ്ടുപോകാനോ സിന്ധു നദീജല കരാർ തർക്ക പരിഹാര സംവിധാനത്തിന് കീഴിൽ 3ാം കക്ഷി മധ്യസ്ഥത നടത്തണമെന്ന് അഭ്യർത്ഥിക്കാനോ ഇസ്ലാമാബാദിനെ നിർബന്ധിതരാക്കിയേക്കാം. എന്നാൽ മറുപക്ഷത്ത് ഇന്ത്യയിൽ സിന്ധു നദീജല കരാറിൽ കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവരുന്നതോടെ ന്യൂഡൽഹിയിലെ സന്ദേശം വ്യക്തമാണ്.
ഏകപക്ഷീയമായി ഔദാര്യത്തിന്റെ യുഗം അവസാനിച്ചിരിക്കുകയാണ്. സ്ഥിരമായി ജലതന്ത്രത്തിന്റെ ആരംഭമായി ഇത് മാറിയാൽ രണ്ട് ആണവായുധ സായുധ അയൽക്കാർ തമ്മിലുള്ള ഇടപെടലിന്റെ നിയമങ്ങൾ പുനർനിർവചിക്കപ്പെടും.